പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഫിലിപ്പി 4:13 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് നിറവേറ്റാനുണ്ട്. പലപ്പോഴും എല്ലാം വിജയകരമായി തീരുമോ എന്ന് നാം സംശയിക്കാറുമുണ്ട്. അത് നമ്മെ ഉത്കണ്ഠാകുലരും അസ്വസ്ഥരുമാക്കി മാറ്റാറുണ്ട്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. കർത്താവിൽ ആണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമ്മിൽ ഉത്കണ്ഠകളും അസ്വസ്ഥതകളും സംശയങ്ങളും എല്ലാം ഉണ്ടാക്കി വരുന്നത് സാത്താനാണ്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നമ്മിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മെ അവിശ്വാസികളായി മാറ്റുന്നത് സാത്താനാണ്. ദൈവത്തിലും ദൈവവചനത്തിലും ആഴപ്പെട്ട് നാം ജീവിക്കാതെ നമ്മെ സാത്താൻ്റെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പല കെണികളും ഒരുക്കി നമ്മെ വീഴ്ത്താൻ കാത്തിരിക്കുകയാണ്. സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. നമ്മുടെ ആത്മനാശമാണ് അവൻ്റെ ലക്ഷ്യം. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. ആരും ക്ഷണിക്കാതെ ഏദൻ തോട്ടത്തിൽ സാത്താൻ കടന്നു വന്ന് ആദത്തെയും ഹവ്വയെയും നുണ പറഞ്ഞ് സാത്താൻ അവരെ വീഴ്ത്തി. അവരെ പ്രലോഭനത്തിൽ വീഴ്ത്തി. ആ സാത്താൻ പറഞ്ഞത് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ധിക്കരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അങ്ങനെ പാപവും മരണവും ഭൂമിയിൽ ഉണ്ടായി. നാം ഈ സംഭവങ്ങൾ മറന്നുപോകരുത്. നിരന്തരം നാം ജാഗരൂകരായിരിക്കണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 4:7 നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴ്മയുള്ളവരാകാം. അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിൻ്റെയും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവയെല്ലാം കർത്താവ് നമുക്ക് നിറവേറ്റി തരികയും ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.